അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സിനാൻ അവിടെ വലിയ ആളാകുകയാണ്. അതെ, ഷാമിലിനെ ഇടയ്ക്കിടെ നോക്കുന്നുണ്ട്. എന്ത് ഭാവത്തിലാണ്, എന്ത് കാര്യത്തിനാണ് ഷാമിൽ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്ന് അറിയുവാൻ നോക്കുന്ന പോലെ. എന്നാൽ അതിനിടയിൽ ഷാമിൽ ബുഷിയുടെ ഉമ്മയെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ സിനാൻ ആഗ്രഹം ഒരു കുട്ടിയും ഈ ആക്സിഡന്റ് കേസ് അറിയരുത് എന്നതായിരുന്നു. അഥവാ അറിഞ്ഞാൽ തന്നെ അവർ ഇവിടെ വന്ന് കെയർ ചെയ്യും. ബുഷിയുടെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം, അവൾക്ക് അത്ര വലിയ പരിക്കൊന്നുമില്ല, പരിക്കെല്ലാം അൻഷിഫിനാണ്. പക്ഷേ ബുഷിക്കുള്ളതുപോലെ ഇവിടെ ഹോസ്പിറ്റലിൽ തന്നെ കിടത്തണം. അതിനു വേണ്ടിയാണ് സിനാൻ മെനക്കെടുന്നത്. എന്തായാലും അൻഷിഫിൻ്റെ കാര്യത്തിൽ വലിയൊരു പ്രതീക്ഷയൊന്നും വേണ്ട. എന്ന് വെച്ചാൽ പെട്ടെന്നൊന്നും അദ്ദേഹത്തിന് എണീക്കുവാനും നടക്കുവാനും ഒന്നും കഴിയാത്ത സിറ്റുവേഷൻ ആയിരിക്കും. എന്നാൽ ബുഷി, അവൾക്ക് അത്ര വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവൾക്ക് കുഴപ്പമില്ല എന്നുള്ളത് പുറം ലോകം അറിയരുത്. അവൾ കിടപ്പിലാണ് എന്ന് തന്നെ അറിയണം. അങ്ങനെ എൻ്റെ ആഗ്രഹം മറ്റൊരു രീതിയിലൂടെ ഇവിടെ പൂർണ്ണമാകാൻ പോവുകയാണ്. പക്ഷേ ഷാമിൽ വിട്ടില്ല. ഷാമിൽ ഉമ്മയെ വീണ്ടും വിളിച്ചു. ഹലോ ഉമ്മ, പിന്നെ കാര്യമായിട്ടൊന്നുമില്ല, എങ്കിലും നിങ്ങളൊന്ന് വരി. കാരണം മോനെ, സത്യം പറ, എന്താണ് സംഭവിച്ചത്? അത്രയൊന്നുമില്ലമ്മ, നിങ്ങൾ വരി. അങ്ങനെ ഉമ്മ ഓട്ടോ വിളിച്ചുകൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് വരികയാണ്. കരഞ്ഞ് ഓടിക്കൊണ്ട് ഉമ്മ ആ ഓട്ടോയിൽ നിന്നിറങ്ങി. മോളെ, ഉമ്മാൻ്റെ മോളെ, എന്താ പറ്റിയത് റബ്ബേ എൻ്റെ കുട്ടിയാക്ക്, പഠിച്ചോനെ എന്താ? എന്നാൽ അപ്പോഴേക്കും ഷാമിൽ അവിടെ ഉണ്ടായിരുന്നു. ഉമ്മ വരുന്നത് കണ്ട ഷാമിൽ, ഉമ്മ പേടിക്കാനൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, അവർ ഡോക്ടേഴ്സൊക്കെ പറയും. ഉമ്മ നിങ്ങൾ വിഷമിക്കല്ലേ, ഒരു കുഴപ്പമില്ല, ചെറുതായിട്ടൊരു പരിക്ക്, എന്നാലും പഠിച്ചോൻ കാത്തതാണ്. കാരണം അവർ അത്രക്കും വലിയ ലോറിയാണ് ഇടിച്ചത്. പക്ഷേ എന്തോ ഒരു ഭാഗ്യത്തിന് രക്ഷപ്പെട്ടതാണ്. പക്ഷേ ലോറിയുടെ ആ ഒരു അടിയിലേക്കാണ് കാറിൻ്റെ മുൻഭാഗം ചെന്ന് പോയത്. പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ പരിക്ക് പറ്റിയത് അൻഷിഫിനാണ്. അല്ലാതെ ബുഷിക്ക് കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ല. എവിടെ എൻ്റെ കുട്ടികളെ, എനിക്ക് സമാധാനമല്ലല്ലോ എന്ന് പറഞ്ഞ് അവർ കരയുമ്പോൾ ഷാമിൽ സമാധാനപ്പെടുത്തുന്നു ഉമ്മയെ. ഉമ്മ ഒന്നുമില്ല. എന്നാൽ അതിനിടയ്ക്ക് അജ്മലും വിളിക്കുന്നു. പക്ഷേ ആ ഉമ്മാക്ക് ഫോൺ എടുക്കാനൊന്നും കഴിയുന്നില്ല. അവരാകെ തളരുന്ന പോലെ. എന്താ ഉമ്മ, ഇങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ സിസ്റ്ററോട് ഷാമിൽ പറയുന്നു, അത് ഇവരിപ്പോൾ പേഷ്യൻറ്റിന് ബുഷറയുടെ ഉമ്മയാണ്, ഒന്ന് കാണിച്ചു കൊടുക്കാൻ. ആ ഓക്കെ, പറയാട്ടോ. എന്നാൽ ഈ സമയം ICUവിൽ നിന്ന് ഇറങ്ങി വരുന്നു സിനാൻ. ശരിക്കും ബുഷിയുടെ ഉമ്മയെ കണ്ടപ്പോൾ സിനാൻ, ആ ഉമ്മ വന്നോ? എന്നാൽ തൊട്ടടുത്ത് ഷാമിൽ നിൽക്കുന്നത് അവൻക്കൊരിക്കൽ പോലും പറ്റിയില്ല. എന്താടോ ഇവിടെ, ഇവരെ കാര്യങ്ങൾ നോക്കാൻ ഞാനുണ്ട്. ഇവിടെ 2 പേര് ഇവിടെ കാവലിരിക്കേണ്ട ഒരു ആവശ്യമില്ല, 2 പേർക്കുള്ള ഇവിടെ സീറ്റുമില്ല, നിനക്ക് പൊയ്ക്കൂടെ? ഷാമിലിനോട് അത് പറയുമ്പോൾ അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു പ്രയാസമായിരുന്നു. കാരണം അവൻ നേരിട്ട് തന്നെ തന്നോടത് പറഞ്ഞത്. അവൻ്റെ ലക്ഷ്യം വേറെയാണെന്ന് അവർക്ക് നന്നായി അറിയാമായിരുന്നു. ഷാമിൽ ഒരു നിമിഷം ഞെട്ടിപ്പോയി. എന്നാൽ മോനെ എവിടെ? ആ ഉമ്മ വരൂ. അത് സ്നേഹത്തോടെ സ്വീകരിക്കുകയാണ് സിനാന് ഉമ്മയെ. ഉമ്മ വരി. അതെ, കുഴപ്പമൊന്നുമില്ലമ്മ. ഉമ്മ എന്തിനെത്ര കഷ്ടപ്പെട്ടു വന്നത്? മോനെ ആരപ്പോൾ വിളിച്ചു വരുത്തിയത്? ഇവിടെ ഇപ്പം ഞാൻ നിൽക്കേണ്ട കേസിലുള്ളൂ. എൻ്റെ ഫ്രണ്ടാണ്, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ് അൻഷിഫ്. അവൻ്റെ ഭാര്യയും എൻ്റെ ശിഷ്യ കൂടിയാണ് ഇവള് ബുഷിക്ക് എന്തെങ്കിലും പറ്റിയാലും അൻഷിഫിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലും അവരെ നോക്കേണ്ട കടമ എനിക്കാണ്. ഉമ്മ എന്തിനാ ഇത്ര റിസ്ക് എടുത്ത് വന്നത്? ഉമ്മക്ക് തിരിച്ചു പോയിക്കോളൂ, ബുഷിയെ കണ്ടിട്ട് തിരിച്ചു പോയിക്കോളൂ, യാതൊരു കുഴപ്പമില്ല. 1-2 ദിവസത്തിനുള്ളിൽ ഡിസ്ചാർജ് ആകും. എന്താ, നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. നിങ്ങൾ എന്തിനാ ഇത്രമാത്രം ടെൻഷനാന്ന് മോനെ, എൻ്റെ കുട്ടി? എന്നാ വരൂ, കാണിച്ചു തരാം. അങ്ങനെ സിനാൻ ഉമ്മയുമായി അങ്ങോട്ട് റൂമിലേക്ക് പോകുന്നു. ബുഷി പാതി മയക്കത്തിലാണ്. മോളെ, ഉമ്മാൻ്റെ കുട്ടിക്ക് എന്താ പറ്റിയത്? തലയുടെ ഒരു ഭാഗത്ത് ചെറിയൊരു മുറിവുണ്ട്, പിന്നെ കൈകാലുകൾക്കൊക്കെ ചെറിയ രീതിയിലുള്ള പൊട്ടലും കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ റെഡിയാകും. പക്ഷേ അൻഷിഫിൻ്റെ കാര്യമാണ് കുറച്ച് പ്രയാസത്തിലുള്ളത്. എന്നാൽ മോളെ ഉമ്മ വന്നിക്കണ്. ഉമ്മ, എന്തെൻ്റെ കുട്ടിക്ക് പറ്റിയത്? ഒന്നുമില്ലമ്മ, ഒന്നുമില്ല. പക്ഷെ അവൾ വീണ്ടും പാതി മയക്കത്തിലേക്ക് വഴുതി വീഴുകയായിരുന്നു. പഠിച്ചോൻ, എൻ്റെ കുട്ടിക്ക് എന്താ? ഉമ്മ, നിങ്ങൾ ഒന്നുമില്ല, അത് ചെറിയൊരു വേദന അറിയാതിരിക്കാൻ വേണ്ടി ചെറിയൊരു അനസ്തേഷ്യ മയക്കം കൊടുത്തതാണ്. ഞാനൊരു ഡോക്ടറല്ലേ, എനിക്കറിയാലോ എന്ത് കൊടുക്കാന്നുള്ളത്. ഞാനിവിടെ ചാർജ് എടുത്തു. അതെ,
ഞാൻ ഈ ആക്സിഡൻറ്റ് പറ്റിയത് മുതൽ ഇവിടേക്ക് ചാർജ് എടുത്തു, അവിടുന്ന് ലീവ് എടുത്തു. അതായത് ഈ ഹോസ്പിറ്റലിൽ ഒരു പക്ഷേ ഇവിടുന്ന് ഞാൻ അവരെ അങ്ങോട്ട് കൊണ്ടുപോകും. ഈ ഹോസ്പിറ്റലിൽ ഞാൻ താൽക്കാലികമായൊരു ചാർജിങ്ങാണ്. എൻ്റെ ഹോസ്പിറ്റലിലേക്ക് ഇവരെ കൊണ്ടുപോകും, ഞാൻ ട്രീറ്റ് ചെയ്യും. നിങ്ങളാരും വിഷമിക്കേണ്ട ആവശ്യമില്ല. അതെ, എൻ്റെ പാർട്ട്ണർഷിപ്പുള്ള ഹോസ്പിറ്റൽ അതാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ ഹോസ്പിറ്റലിൽ താൽക്കാലികമായ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് അങ്ങോട്ട് മാറ്റാം, നോ പ്രോബ്ലം. അതിന് മാത്രമൊക്കെ ഇപ്പം എന്താ എൻ്റെ കുട്ടിക്കുള്ളത്? അതെ, ഒന്നുമില്ല. ഒരു പക്ഷേ ഭർത്താവിന് ഇങ്ങനെയൊരു കൂടുതൽ സീരിയസ് ഉള്ള ടൈം ആവുമ്പോൾ തീർച്ചയായും ഭാര്യയ്ക്ക് അതിൻ്റേതായ വിഷമം ഉണ്ടാകും. അപ്പോൾ അൻഷിഫിന് പറ്റിക്കഴിഞ്ഞാൽ ഇവൾക്കും അതിൻ്റെ. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ പറയാനുള്ളത്, ഞാൻ ഈ ഹോസ്പിറ്റലിൽ റെഫർ ചെയ്യാം നമുക്ക് മറ്റേ ഹോസ്പിറ്റലിലേക്ക്. അതായത് നമ്മൾ സർജൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിലേക്കും ബുഷി വർക്ക് ചെയ്ത ഹോസ്പിറ്റലിലേക്ക്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നമ്മളുടേതായ രീതിയിൽ എല്ലാ ട്രീറ്റ്മെൻറ്റും കൊടുക്കാം. ഓക്കെ, അതല്ലെങ്കിൽ ഇവിടെ ആകുമ്പോൾ കുറച്ച് റിസ്ക് ആയിരിക്കും. നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് മാറ്റാൻ പറയാം. മോനെ അല്ലും അതൊക്കെ കാര്യങ്ങൾ ഞാൻ പറയാം. അതായത് ഇവർ രണ്ടുപേരും സുഖസന്തോഷമായി കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള സെറ്റപ്പ് ചെയ്ത് കൊടുക്കണം വേണ്ടത്. അല്ലാതെ അവിടെയും ഇവിടെ ഇട്ടിട്ട് കാര്യമില്ലല്ലോ. ഇനി ഇവളെ വീട്ടിലേക്ക് നിങ്ങൾ കൊണ്ടുപോയാലും ഇല്ല, അൻഷിഫിൻ്റെ അസുഖം മാറണമെന്നുണ്ടെങ്കിൽ ഇവള് കൂടെ വേണം. ഇവൾക്ക് ചെറിയ രീതിയിലുള്ളതാണെങ്കിൽ കൂടിയിട്ട് നമ്മളെപ്പോഴും ഭർത്താക്കന്മാർ തമ്മിലൊരു ടൈപ്പ്, എപ്പോഴും ഒരു ടച്ചിങ് ഉണ്ടായാലാണ് അവർക്കൊരു ആശ്വാസം, സമാധാനം, അവരുടെ മനസ്സ് പങ്കുവെക്കൽ അങ്ങനെയൊക്കെ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട, ബുഷി ഓക്കെയാണ്. ഈ കൈകാലുകളിൽ പൊട്ടുന്ന ചതവൊക്കെ 2 ദിവസം കൊണ്ട് മാറും, നോ പ്രോബ്ലം. പിന്നെ എന്താ എൻ്റെ കുട്ടി ഇപ്പോൾ ആദ്യ മയക്കത്തിൽ? അതുമ്മ ഇപ്പം റെഡിയാവും. ഇപ്പോൾ ഒന്ന് ഒരു മെഡിസിൻ കഴിച്ച് കിടന്നിട്ടേ ഉള്ളൂ, ഉറങ്ങിക്കോട്ടെ. എൻ്റെ കുട്ടി ഉറങ്ങിക്കോട്ടെ അല്ലേ. ഉമ്മ നിങ്ങൾക്ക് കുടിക്കാനത് ചായ വെള്ളം ഒന്നും വേണ്ട മോനെ. ശരിക്കും സിനാൻ്റെ ആ ഒരു സ്നേഹം കണ്ടപ്പോൾ അവർക്ക് തന്നെ മതി മറന്നു പോയി. അതെ, കുറഞ്ഞ നിമിഷങ്ങൾ കൊണ്ട് സിനാൻ അവരുടെ ആരൊക്കെയായി മാറി. അതെ, എൻ്റെ മരുമകൻ, മോനെ എൻ്റെ മരുമകനെ ഒന്ന് കാണിച്ചു തന്നാൽ. ആ ഉമ്മ ആയിക്കോട്ടെ. അപ്പോൾ തന്നെ അതാ മറ്റൊരു ഡോക്ടറോട് സിസ്റ്ററോടൊക്കെ ചോദിച്ചിട്ട് അൻഷിഫിൻ്റെ റൂമിലേക്ക് കടക്കുവാനുള്ള അനുമതി വാങ്ങുന്നു. അത് അവരുടെ മാതാവാണേ, ഭാര്യ മാതാവ്. ആ ഓക്കെ കണ്ടോളൂ. എന്നാൽ ശരിക്കും ഞെട്ടിപ്പിക്കുന്നതായിരുന്നു അവൻ്റെ അവസ്ഥ. വളരെയധികം അത്യാസന്നമായ രീതിയിൽ കിടക്കുന്ന രീതിയിലാണ് അൻഷിഫ്. അവന് ഏതോ ഒരു ലോകത്താണ്, ബോധം പോലും ശരിക്ക് തെളിഞ്ഞിട്ടില്ല. അതെ, ആകപ്പാടെ വല്ലാത്തൊരവസ്ഥ. കൈകാലുകളും തലയെല്ലാം കെട്ടിയിരിക്കുന്നു. തലയ്ക്ക് ഓപ്പറേഷൻ വേണമെന്ന് പറയുന്നുണ്ട്. അതിനുള്ള സെറ്റപ്പുകളും തയ്യാറെടുപ്പുകളും അതാ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും അവൻ്റെ ആ ഒരു അവസ്ഥ എന്താണ് ഏതാണ് എന്നൊന്നും അറിയുന്നില്ല. ഒരു തരം കോമ സ്റ്റേജിലാണ് അദ്ദേഹം. എന്നാൽ അതാ അല്ല, ഈ മോൻക്ക് എന്താ പറ്റിയത് ഇത്രമാത്രം? ഓൻ്റെ വീട്ടുകാരൊക്കെ അറിഞ്ഞോ? ഇല്ല, ആരെയും അറിയിച്ചിട്ടില്ല, ഇനി അറിയിക്കുക. എന്നാൽ ഈ സമയം അതാ അൻഷിഫിനെ കാത്തിരിക്കുകയാണ് ഉമ്മ കോലായിൽ. അൻഷിഫും ബുഷിയും വന്നിട്ടില്ല രാത്രിയായിട്ടും. പഠിച്ചോനെ, ഈ കുട്ടികൾ ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞ് പോയിട്ട് എന്താന്ന് വരാത്ത? ഞാൻ ചായയും കടയൊക്കെ ഉണ്ടാക്കി കാത്തു വെച്ചിട്ട് ചായയൊക്കെ തണുത്ത് പോയി. ഓല് പറഞ്ഞ് വൈകുന്നേരം 5 മണി ആകുമ്പോഴേക്കിന് എത്തുന്നാണല്ലോ. 5 മണി കഴിഞ്ഞ് 6 കഴിഞ്ഞ് 7 8 ആയി തുടങ്ങി. എന്താ ഇനിയിപ്പോൾ ചെയ്യുക? എൻ്റെ കുട്ടികളെ കാണുന്നില്ലല്ലോ. അല്ലേ, ഇനിയിപ്പോൾ ട്രീറ്റ്മെൻറ്റ് എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ ഫോണും വിളിച്ചിട്ട് കാര്യമില്ല. അതിൻ്റെ ഇടയിൽ കൂടെ വിളിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ വല്ലാത്തൊരു പുറത്തേട്. ബുഷിയും വിളിച്ചില്ല, മോനും വിളിച്ചില്ല. എന്താപ്പോൾ കാര്യമാവും? ഏതായാലും ഞാൻ അവൻ്റെതൊക്കെ വിളിക്കുകയെ. ബുഷി വല്ല ട്രീറ്റ്മെൻറ്റിലാണെങ്കിൽ അത് റിസ്ക് ആവൂലേ? ഇനിയിപ്പോൾ എന്താ ചെയ്യുക? എന്തായാലും ഒന്ന് വിളിച്ചു നോക്കട്ടെ. അപ്പോൾ തന്നെ അതാ ഫോൺ എടുത്ത് വിളിക്കുന്നു. എന്നാൽ ഈ സമയം സിനാൻ്റെ കയ്യിൽ നിന്ന് ആ ഫോൺ ബെല്ലടിക്കുന്നു, അൻഷിഫിൻ്റെ ഫോൺ. ഇത് ഉമ്മ എന്നുള്ളതിൽ നിന്നാണ് കോൾ വരുന്നത്. ഹലോ, മോനെ എവിടെ മോനെ? എത്ര നേരമായി ഉമ്മ കാത്തിരിക്കുന്നത്? ഇത്രയും ടൈമുണ്ടോ ട്രീറ്റ്മെൻറ്റിന്? അല്ലാതെ ഇപ്പോൾ ഇത്ര എല്ലാവരും പറയും ഒരു 5-10 മിനിറ്റിൻ്റെ പണിയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അല്ല, വൈകുന്നേരം വരെ എത്തുമെന്ന് വിചാരിച്ച് കാത്തുനിന്ന്. അല്ല, എന്ന് എവിടെയായിരുന്നു നിങ്ങൾ? ഇത്രയും ദൂരത്താണോ ഹോസ്പിറ്റല് മോനെ? ഒരു നിമിഷം അവന് മനസ്സിലായി അത് അൻഷിഫിൻ്റെ ഉമ്മയാണെന്നുള്ളത്. ഹലോ ഉമ്മ, അത് പിന്നെ ഇത് സിനാനാണ്. സിനാനോ? എവിടെ അൻഷിഫ്? അപ്പം നിങ്ങൾ ഒരുമിച്ചാണോ ട്രീറ്റ്മെൻറ്റിന് പോയത്? അവർ ട്രീറ്റ്മെൻറ്റിൽ ആണ് അല്പം.
അങ്ങനെ ആയിക്കോട്ടെ, എന്നാലും വേണ്ടിയില്ല. അവൻ്റെ മനസ്സത്തൊരു ആഗ്രഹമല്ലേ ഒരു കുഞ്ഞ് എന്നുള്ളത്. ആ ഒരു കുഞ്ഞ് എന്നുള്ള ആഗ്രഹം അവന് സാധിപ്പിച്ച് കൊടുക്കാൻ ഇനിയിപ്പോൾ എത്ര ടൈമാണെങ്കിലും വേണ്ടിയില്ല. ആ ശരി, ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ മോനെ നീ പോയോ? എന്താ ബുഷി എവിടെ? ബുഷീൻ്റെ അടുത്ത് നിന്ന് കൊടുത്താ എന്നാൽ? ബുഷിയും ട്രീറ്റ്മെൻറ്റിലാണ്. ബുഷിയും അൻഷിഫും ട്രീറ്റ്മെൻറ്റിലാണ്. അവർക്കിപ്പോൾ ഫോണൊന്നും അങ്ങോട്ട് അകത്തേക്ക് പ്രവേശനമല്ല. അതുകൊണ്ടാണ് ഞാനത് മാറ്റി വെച്ചത്. ഓ അങ്ങനെ. ഓ ഇപ്പം സമാധാനമായി. മറ്റേത് എന്താന്ന് എത്ര നേരമായി മോനെ ഞാൻ ഈ കോലായിൽ നിൽക്കുന്നത്. ഞാൻ കുറച്ച് നിസ്കരിച്ച് ഓതി അവിടെ ചെന്നിരുന്ന് അവരിപ്പോൾ വരുമല്ലോ എന്ന് കരുതിയിട്ട് ഇങ്ങനെ. പിന്നെ എന്തൊക്കെ തന്നെ നല്ലൊരു കാര്യത്തിന് വേണ്ടി പോയതല്ലേ, മക്കളുടെ ആഗ്രഹം പോലൊക്കെ നടക്കട്ടെ എന്നും വിചാരിച്ച് ഞാൻ ശല്യപ്പെടുത്തിയില്ല. ആ എന്തായാലും സാരമില്ല. ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടൊന്ന് വിളിക്കാൻ പറയട്ടെ മോനെ അവരോട്. ആ ആയിക്കോട്ടുമ്മ. ഓക്കെ ഓക്കെ ശരി. ഓ ഓരോന്നിനാണ് പിരിച്ചു വിടാനുള്ളൊരു ടൈം. ഇനിയിപ്പോൾ ഇവിടെ ഒന്ന് വന്ന് കൂടിക്കണേ. ഇവരെന്ത് കാര്യത്തിനാണോ ഇവിടെ ഒന്ന്, ഞാൻ ഒക്കെ നോക്കൂലേ, ഇവരിപ്പോൾ എന്തിനാ. എന്നാൽ ഈ സമയം മോനെ അങ്ങനെ ഏതാ സിനാൻ്റെ അടുത്തേക്ക് ഉമ്മ വരുന്നു. മോനെ ഓനക്ക് എന്തൊക്കെയോ കേട്, ഉമ്മ തലക്ക് എന്തൊക്കെയോ നല്ല ക്ഷതം ഏറ്റിട്ടുണ്ട്. പിന്നെന്ന് വെച്ചാൽ ലോറിക്കകത്തേക്കാണ് കാറ് കയറിപ്പോയിക്കല്ലേ. കാറിൻ്റെ സ്ഥിതി കഴിഞ്ഞാൽ രണ്ടാളും ബാക്കിയുണ്ടാവില്ല, ആ രീതിയിലാണ്. എന്തോ ദൈവഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. എന്നാലും എൻ്റെ കുട്ടികൾ രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു. പാവം അവൻ എൻ്റെ വീട്ടിലേക്ക് അന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ച അങ്ങോട്ട് വീട്ടിലേക്ക് വന്നപ്പോൾ എന്നെ കൊണ്ടാക്കി തന്ന് എന്നോട് വളരെയധികം നേരം സംസാരിച്ച് ചായയൊക്കെ കുടിച്ച് പോയതായിരുന്നു. എന്നാലും ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഏതായാലും പടച്ച റബ്ബ് കാക്കട്ടെ. ശരിക്കും അതാ ആ ഉമ്മ കരയുകയായിരുന്നു. ഉമ്മ നിങ്ങൾ കരയേണ്ട ആവശ്യമില്ല. ഖുഷിയുടെ കാര്യമാണെങ്കിലും അൻഷിഫിൻ്റെ കാര്യമാണെങ്കിലും അതൊക്കെ ഞാൻ നോക്കിക്കോളാം, നോ പ്രോബ്ലം. നിങ്ങളൊന്ന് ഞാൻ ഇവിടെ ഉണ്ടാവുമ്പോൾ എന്തിനാ? ശരിയാണ്, ഖുഷിയുടെ ആങ്ങള ഗൾഫിലായിരിക്കും. പക്ഷെ അവൾക്ക് ഇന്ന് ഞാനൊരു ആങ്ങളയുടെ സ്ഥാനത്താണ് നിൽക്കുന്നത്. അവളുടെ ഭർത്താവ് ആക്സിഡൻറ്റ് പറ്റി ഒരു അവസ്ഥയിൽ തുടരുന്ന ഈ ഒരു ടൈമിലും ഞാൻ അവൾക്ക് അവളുടെ പിതാവിൻ്റെയും അവളുടെ ആങ്ങളയുടെയും എന്തിനേറെ ഒരു ഭർത്താവിൻ്റെയും കരുതലോടെ ഞാൻ അവളെ അത്രമാത്രം ഞാൻ അവളെ പരിചരിക്കുന്നുണ്ട്. വേണ്ടതെല്ലാം കൊണ്ടു കൊടുക്കുന്നുണ്ട്. ഉമ്മ എന്തിനാ ഇങ്ങനെ അധികം ടെൻഷൻ ആകേണ്ട ആവശ്യം? എന്തെങ്കിലും കാര്യമുണ്ടോ മോനെ? എന്നാൽ അതിനിടയ്ക്ക് അതാ സിസ്റ്റർ വിളിക്കുന്നു ബുഷ്രയുടെ കൂടെ. എന്നാൽ അപ്പോഴേക്കും സിനാൻ ഓടിയെത്തി. ആ എന്താ എന്താ മാഡം? അതായത് സർ, ഈ ഒരു മെഡിസിൻസ് വാങ്ങാനുള്ളതാണ്. സാറാണോ പോകുന്നത് ഇതൊക്കെ? അതിന് വേറെ ആളില്ലേ? ആ ഉണ്ട്. എന്നാൽ ഷാമിൽ അപ്പോഴേക്കും അങ്ങോട്ട് വന്നു. ഷാമിൽ, നീ എന്താ ഇവിടെ? നിനക്ക് പോകാനായില്ലേ? ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. അവളുടെ ഉമ്മയുണ്ട്, ഞാനും ഉണ്ട്. നീ എന്തിനാ ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത്? ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാൾ, ഇത് ഒരിക്കലും നിൻ്റെ ആരുമല്ല, എൻ്റെ കൂട്ടുകാരൻ അൻഷിഫിൻ്റെ പെണ്ണാണ് ഇവിടെ കിടക്കുന്നത്. അതുകൊണ്ട് ആ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം, നീ ഇതിൽ ഇടപെടേണ്ട ആവശ്യമില്ല. ഷാമിലിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അത് കേട്ടപ്പോൾ അവനക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. റബ്ബേ, എന്ത് ചെയ്യാൻ, വല്ലാത്തൊരവസ്ഥ. ഞാനിവിടെ ഒരു കോമാളിയാവുകയാണ്. പക്ഷേ എൻ്റെ ബുഷി, അവളൊന്ന് ഉണർന്നിരുന്നെങ്കിൽ, ഒന്നുറക്കെ വിളിച്ച് പറഞ്ഞിരുന്നെങ്കിൽ സിനാൻ്റെ ചതികൾ. പക്ഷെ അറിയുന്നില്ലല്ലോ, ഞാൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല. ഒന്ന് പോയി താടോ. അതെ, അവന് ശരിക്കും വല്ലാത്ത അവസ്ഥയായിരുന്നു. ബുഷി, നീ ആ കിടക്കയിൽ നിന്നൊന്ന് എഴുന്നേറ്റ് സത്യം ഉറക്കെ വിളിച്ച് പറയണം. അതെ, നിന്നെ നശിപ്പിക്കുവാനാണ് ഇവൻ കൂടെ കൂടിയിട്ടുള്ളത്. ഒരിക്കൽ പോലും ബുഷി അവൻ നിയന്ത്രിക്കാൻ കഴിയുന്നില്ലായിരുന്നു. ആ നിമിഷം അവന് തോന്നി, ഇല്ല ഇനി ഇവിടെ നിന്നാൽ കാര്യമില്ല. എന്നാൽ അതിനിടയ്ക്ക് അതാ സിസ്റ്ററോട് ചോദിച്ചു, സിസ്റ്ററെ ഞാൻ ബുഷറയെ ഒന്ന്. ആരാണ്? ഞാൻ അവളുടെ ഫ്രണ്ടാണ്. ആ ഓക്കെ. എന്നാൽ അതിനിടയിൽ പെട്ടെന്ന്, സിസ്റ്റർ നിങ്ങൾ എന്താണ് ഐ സിയിൽ കിടക്കുന്ന ഒരു പേഷ്യൻറ്റിനെ കണ്ണി കണ്ടവരൊക്കെ പിടിച്ച് കയറ്റുകയാണോ നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങളങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഒരു ഡോക്ടറെ എനിക്കറിയാം, ആ ഒരു ഐ സിയിൽ കിടക്കുന്ന പേഷ്യൻറ്റിന് എത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളത്. പുറത്ത് നിന്നിങ്ങനെ അവിടുന്ന് ഇവിടുന്ന് വലിഞ്ഞു കയറി വരുന്നവരൊക്കെ കയറ്റാൻ ഇതെന്താ? എങ്ങനെയാണെങ്കിൽ ഹോസ്പിറ്റലിന് പറയണോ? ഹോസ്പിറ്റലിലാവുമ്പോൾ അതിൻ്റേതായ കാര്യങ്ങളുണ്ടാകും. ആ ഒരു എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ടാണോ? എന്നെപ്പോലെ ഡോക്ടർക്ക് ഇവിടെ കയറാം, പക്ഷെ ഇതുപോലെ തെരുവിൽ നടക്കുന്നവർക്ക് ഫ്രണ്ടാണ്, കാമുകനാണെന്നൊക്കെ പറഞ്ഞ് കയറിയാൽ നിങ്ങൾ സമ്മതിക്കുമോ? എന്തെങ്കിലും വല്ല ഇൻഫെക്ഷൻ വന്നാലോ? അവർക്ക് എവിടുന്ന് വരെ നിങ്ങൾക്കറിയോ? ഇൻഫെക്ഷൻ എങ്ങാനും വന്നു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ഹോസ്പിറ്റലിനെതിരെ ഞാൻ കേസ് കൊടുക്കും. സർ, അത്
അത് ഞങ്ങൾ അല്ല, ഞാൻ ഈ നിമിഷം തന്നെ കൊണ്ടുപോകണേ. ഇവിടുന്ന് ഒരിക്കൽ പോലും ഇനി ഇവിടെ കെടുത്തില്ല. നിങ്ങൾ എല്ലാവരെയും ഇവിടെ കയറ്റുകയാണ്. അതെ, എൻ്റെ ഫ്രണ്ടാണ് ആ കിടക്കുന്നത്, അവൻ്റെ ഭാര്യയാണ്. അവരെ സംരക്ഷിക്കേണ്ട ചുമതല എനിക്കാണ്. അതുകൊണ്ട് തന്നെ ഈ നിമിഷം തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് റെഫർ ചെയ്യാണ്. നിങ്ങൾ കണ്ണി കണ്ടവർക്കൊക്കെ ഇവിടെ അനുവാദം കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഹോസ്പിറ്റലുണ്ട് അവിടെ, എൻ്റെ പാർട്ട്ണർഷിപ്പുള്ള. ആ, അതിലേക്കൊന്ന് വരുന്നൊന്ന് കാണാലോ. സർ, ഞങ്ങൾ അങ്ങനെ പറയുമ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഒരാൾ ആ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോൾ കാണാമെന്ന് ചോദിക്കാമെന്ന് അവരുടെ ഉറ്റവരായ ആളുകളല്ലേ ചോദിക്കുള്ളൂ. എല്ലാവരും വന്ന് ഉറ്റവർ, എന്ത് ഉറ്റവർ, അവർ തമ്മിൽ എന്ത് ബന്ധാനുള്ളത്? സിസ്റ്ററെ, നിങ്ങളെ പണി പോകേണ്ട പ്രവൃത്തി നിങ്ങൾ ചെയ്യരുത് കേട്ടോ ഇവിടെ. സാർ ക്ഷമിക്കണം, ഞാനറിയാതെ. എന്ത് ക്ഷമ? അവിടുന്ന് ഇവിടുന്ന് വലിഞ്ഞു കയറി വരുന്നവരെ നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക്, അതോ ICUവിലേക്ക് വിളിച്ച് കയറ്റുക. അവരുടെ കൈകളിൽ എന്താ നിങ്ങൾക്കറിയോ? എന്തെങ്കിലും മയക്കുമരുന്ന് വല്ലതും ഉണ്ടെങ്കിലോ? അങ്ങനത്തേലൊക്കെ ഡീറ്റെയിൽസ് അറിയാതെ കയറ്റാൻ പറ്റുമോ? സാർ, ഇവിടെ ഇപ്പോൾ ബന്ധുക്കളും സുഹൃത്തുക്കളും വരവ് പതിവാണല്ലോ. പതിവായിരിക്കാം, പക്ഷേ ഇവരുടെ കാര്യത്തിൽ അത് പാടില്ല. ഇവർക്ക് ഇഷ്ടം പോലെ ശത്രുക്കളുള്ള ടീമാണ്. ഇവർ ഡോക്ടേഴ്സാണ്, ഡോക്ടറും നഴ്സുമാണ് ഈ കിടക്കുന്നത്. അതുമാത്രമല്ല, പല രീതിയിൽ ആളുകൾ വലിഞ്ഞു കയറും. എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഹോസ്പിറ്റലിനെതിരെ ഞാൻ കേസ് കൊടുക്കും. മാത്രമല്ല, ഇവിടേക്ക് പിന്നെ ഒരൊറ്റ പേഷ്യൻറ്റും വരാത്ത രീതിയിലായി പോവും. കാരണം അനധികൃതമായി പേഷ്യൻറ്റിൻ്റെ കൂടെ ICUവിലേക്ക് പല ആളുകളെയും കയറ്റി വിടുന്നു, യാതൊരു ലൈസൻസും ഇല്ലാതെ എന്നതിൻ്റെ പേരിൽ. അത് ഈ ഹോസ്പിറ്റലിൽ ചേർന്നാൽ ഹോസ്പിറ്റലിൻ്റെ പേര് നിങ്ങളായിട്ട് നഷ്ടപ്പെടുത്തരുത്. ഈ നിമിഷം ഞാൻ ഇവിടുന്ന് റെഫർ ചെയ്യണം എൻ്റെ ഹോസ്പിറ്റലിലേക്ക്. ശരിക്കും ഷാമിലിൻ്റെ മുമ്പിൽ ആ ഒരു നാടകം കണ്ട ഷാമിൽ ഒരു നിമിഷം പകച്ചുപോയി. അത് സർ, ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞിട്ട് നീ എന്ത് കാര്യത്തിന് ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നതെന്ന്. എനിക്ക് ചില കാര്യങ്ങളുണ്ട്. എൻ്റെ ഒരു സുഹൃത്തു കൂടിയാണ്, എൻ്റെ സുഹൃത്തിൻ്റെ പെങ്ങളാണ് അവൾ. അതുകൊണ്ട് തന്നെ എനിക്ക് അവളുടെ കാര്യത്തിൽ അല്പം ഉത്തരവാദിത്തമുണ്ട്. ഓഹോ, അങ്ങനെയല്ലേ? ഓക്കെ, നിനക്കുള്ള പണി ഞാൻ തരാം. ശരിക്കും സിനാൻ്റെ മനസ്സിൽ പല പല ചിന്തകൾ. എന്നാൽ ഉമ്മ ഇതൊന്നും അറിയുന്നില്ല. നേരെ ICUവിലേക്ക് പോയി. ഉമ്മയോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ ഒരു അവസ്ഥയിൽ കിടക്കുന്ന രോഗികൾക്കിടയിലേക്ക് പുറത്തുള്ള ആളുകളെ ഒന്നും പ്രവേശിപ്പിക്കാൻ പാടില്ല. ഞാനൊരു ഡോക്ടറാണ്, അതിൻ്റേതായ വിവരം എനിക്കുണ്ട്. പക്ഷേ നിങ്ങളെപ്പോലുള്ള ഈ സാധാരണക്കാരായ ആളുകൾക്കൊന്നും അറിയില്ല. ബുഷിയുടെ കാര്യത്തിൽ അവളുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുവാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല രീതിയിൽ അതിനുള്ള കെയർ കൊടുക്കണം. അല്ലാതെ കണ്ടവരെയൊക്കെ വലിച്ചു കയറ്റി ICUവിലിട്ടാൽ അവരൊന്നിനും മടിക്കാത്തതാണ്. മോൻ എന്താ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഉമ്മ, എൻ്റെ ഉമ്മയാണ് നിങ്ങൾ, ബുഷിയുടെ ഉമ്മ നിങ്ങളാണെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ ഉമ്മയാണ്. ആ ഒരു സ്നേഹത്തിലാണ് ഞാൻ നിങ്ങളോട് കാര്യങ്ങൾ പറയുന്നത്. കുറച്ച് വിശദമായി എനിക്ക് സംസാരിക്കാനുണ്ട്. പക്ഷേ ഈ ഹോസ്പിറ്റൽ റെഡിയായില്ല. എനിക്ക് ഇവിടെ എന്ന് വെച്ചാൽ ഒരു പേഷ്യൻറ്റിൻ്റെ കൂടെയുള്ള ആളുടെ ഇതേ എനിക്കുള്ളൂ. ഡോക്ടറാണെന്നുള്ള നിലക്കുള്ള 1-2 ദിവസത്തെ ഞാൻ ചാർജ് എടുത്തിട്ടുള്ളൂ. എനിക്കിവിടുന്ന് പോകാം. പക്ഷേ ഇത് മുഴുവനായിട്ട് നമുക്ക് ഇവിടുന്ന് ഓക്കെ ആകാൻ പറ്റില്ല. നമുക്ക് ഇവിടുന്ന് പോകാം. നമുക്ക് എൻ്റെ ഹോസ്പിറ്റലിലേക്ക്, അതെ, നമ്മുടെ സാറും ഞാനൊക്കെ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിലേക്ക്, അതായിരിക്കും നല്ലത്. മോനെ, അവിടെ പോയാൽ ഇത്ര ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉമ്മ എല്ലാം കിട്ടും. നോ പ്രോബ്ലം. അതിനൊന്നും വലിയ ഹോസ്പിറ്റൽ തന്നെയാണ്. ഇതിപ്പോൾ ആക്സിഡൻ്റ് ആ സമയത്ത് ഇവിടെ താൽക്കാലികമായി പ്രവേശിപ്പിച്ചു എന്നല്ലാതെ ഒരിക്കൽ പോലും നമുക്കിവിടെയല്ല നല്ലത്. പിന്നെ അവിടേക്കെങ്ങാനും വേണ്ടാത്തവരെങ്ങാനും വലിഞ്ഞു കയറി വന്നിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ കേസ് ഞാൻ എടുക്കും. ഇവിടെ പിന്നെ എനിക്ക് പറ്റില്ല. മോൻ എന്താ പറയുന്നത്? ഉമ്മ, കുറച്ച് പറയാനുണ്ട്. നിങ്ങളുടെ മകളുടെ ഭാവി ജീവിതം നിങ്ങൾ ഒരിക്കൽ പോലും നഷ്ടപ്പെടുത്തരുത്. അതായത് നിങ്ങളുടെ മോളെന്ന് വെച്ചാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പഠിക്കുന്ന, വിദ്യാഭ്യാസമുള്ള, ജോലി ഉള്ള, ഡിഗ്രി നേടിയ കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കൽ പോലും അവളെ വിലയില്ലാതെ കാണരുത്. ഡോക്ടറുടെ ഭാര്യ കൂടിയാണ്, അതായത് അൻഷിഫ് ഡോക്ടറുടെ വലിയ സർജനാണ്. ആർക്കും അദ്ദേഹത്തിന് ഡേറ്റ് തന്നെ കിട്ടുന്നില്ല. അതായത് അത്രക്കും ബിസിയുള്ള ആളാണ്. അങ്ങനെ ഒരു ഡോക്ടറെ മരുമകനായി നിങ്ങൾക്ക് കിട്ടി. ആ ഒരു മരുമകൻ്റെ ഭാര്യയായിട്ട് നിങ്ങളെ മകളും. അപ്പോൾ അവൾക്ക് അതിൻ്റേതായ വിലയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എല്ലാവരോടും കണ്ടവരുടെ കൂടെ നിരങ്ങാൻ സമ്മതിക്കില്ല. മോൻ എന്താ പറയുന്നത്? അതെ, ഞാൻ ഉമ്മാനോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഒരിക്കൽ പോലും വരാൻ പറ്റാത്ത രീതിയിൽ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കും. രോഗിയുടെ കൂടെ നിർദ്ദേശിക്കപ്പെട്ട ആളുകൾ മാത്രം നിൽക്കുന്ന രീതിയിൽ നമുക്ക് കാര്യങ്ങളൊക്കെ നിർദ്ദേശിക്കാം. അപ്പോൾ തന്നെ അതാ അവിടെ ഓഫീസിൽ പോയി സിനാൻ പോയി പറയുന്നു, അത് ഈ ഒരു പേഷ്യൻറ്റിനെ 2 പേഷ്യൻറ്റിനെ റെഫർ ചെയ്യാണ്ട് ആക്സിഡൻ്റായി വന്നില്ലേ, അവരെ റെഫർ ചെയ്യണം ഈ ഹോസ്പിറ്റലിലേക്ക്. അങ്ങനെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് അവർ റെഫർ ചെയ്യുകയാണ്.
സർ അസുഖമൊന്നും മാറാതെ അതെ അവിടെ ട്രീറ്റ്മെൻറ്റ് കൊടുത്തോളാം, ഇവിടുത്തെ സർവീസ് പോരാ. എന്ത് സർ, എന്തെങ്കിലും പ്രോബ്ലം? സർവീസ് പോരാന്ന് വെച്ചാലേ ഇവിടെ ICUയിലേക്കൊക്കെ പലരെയും പ്രവേശിപ്പിക്കുന്നുണ്ട്. എന്താ ഏതാ ഒന്നും അറിയാത്ത അവരുടെ സിറ്റുവേഷനും സാഹചര്യങ്ങളും മനസ്സിലാക്കാതെ പലർക്കും അനുമതി കൊടുക്കുന്ന രീതിയാണ് ഇവിടെ കാണുന്നത്. അതൊരിക്കലും നടക്കൂല. ഞാനിവിടെ അഡ്മിറ്റ് ചെയ്ത 2 പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എനിക്ക് ആവശ്യമുള്ള ക്വാളിറ്റീസ് പേഷ്യൻസാണ്. അത് ലോക്കൽ പേഷ്യൻസ് അല്ല. അതുകൊണ്ട് അവർക്ക് നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളത് എൻ്റെ ദൗത്യമാണ്. സർ നിങ്ങൾ അതെ ഓക്കെ, ഞാൻ റെഫർ ചെയ്യാൻ വേണ്ടി അപേക്ഷ കൊടുത്തു. എന്നാൽ അപ്പോഴേക്കും ആംബുലൻസ് എല്ലാം റെഡിയായി ബുഷിയെയും അൻഷിഫിനെയും മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്നാൽ ഒരു നിമിഷം ഷാമിൽ ആ സത്യം തിരിച്ചറിഞ്ഞു. ഇല്ല, അവൻ ചതിയൻ, കള്ളൻ, വഞ്ചകൻ. അവൻ്റെ ലക്ഷ്യപൂർത്തീകരണത്തിന് വേണ്ടി അവരെ മറ്റെങ്ങോട്ടോ കൊണ്ടുപോവുകയാണ്. ഒരു നിമിഷം ഉമ്മയെ അവൻ്റെ മുമ്പിൽ കണ്ടു. മോനെ ഷാമിൽ, ഞങ്ങളെ അവിടുത്തെ ഹോസ്പിറ്റലിലേക്ക് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, ഇവരൊക്കെ വർക്ക് ചെയ്യുന്ന അവിടെയൊക്കെ കൊണ്ടു. അവിടെ എല്ലാ ട്രീറ്റ്മെൻറ്റും ഉണ്ടല്ലോ. ഇവിടെ ആകുമ്പോൾ സൗകര്യം പോരാ, അതുപോലെ തന്നെ അതിനുള്ള ഇതില്ല എന്നൊക്കെ പറയുന്നത്. മോനെ പോട്ടെ. പെട്ടെന്ന് സിനാൻ, ഉമ്മ എന്താ മോനെ? ഉമ്മ നിങ്ങളായിട്ട് വിളിച്ചു വരുത്തിയതാണോ ഇവനെയൊക്കെ? അതെന്താ അങ്ങനെ? ഇവൻ ഞങ്ങളെ ആദ്യമുള്ള പരിചയക്കാരനല്ലേ. പിന്നെ അതുമല്ല ഞങ്ങൾ ഗൾഫിൽ നിന്നും ഒക്കെ പരിചയമുള്ള ആൾ തന്നെയാണല്ലോ. അജ്മലും ഇവനും ഭയങ്കര ഫ്രണ്ടാണേ. എല്ലാ കാര്യത്തിലും അവൻ തന്നെ ഓടിപ്പാഞ്ഞ് വരുന്നത്. ശരിക്കും ഷാമിലിനെ കുറിച്ച് ഉമ്മ പറഞ്ഞപ്പോൾ അവന് ദേഷ്യമാണ് വന്നത്. എന്നാൽ സിനാന് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അവനെക്കുറിച്ച്. ഉമ്മ ആംബുലൻസിൽ കയറാം. അങ്ങനെ 2 പേരെയും സ്ട്രെച്ചറിൽ കൊണ്ടുവന്ന് ഗ്ലൂക്കോസോട് കൂടി ആംബുലൻസിൽ കയറ്റുന്നു. അങ്ങനെ സിനാനും അതിൽ കയറുന്നു. ഒരു നിമിഷം ഷാമിൽ നിസ്സഹായനായി നോക്കി നിൽക്കുകയാണ്. അതെ, അവനും അതിലേക്ക് കയറുവാൻ പറ്റുമെന്നറിയില്ല. എങ്കിലും ദയനീയമായി നോക്കി തൻ്റെ പ്രിയപ്പെട്ട ബുഷിയെ. അവളെയാണ് കയറ്റിക്കൊണ്ടുപോകുന്നത്. അവൻ ആംബുലൻസിൻ്റെ അടുത്തേക്ക് നടന്നു വന്നു. എന്താ ഇവിടെ നോക്കി നിൽക്കുന്നത്? പേഷ്യൻറ്റിനെ പെട്ടെന്ന് കൊണ്ടുപോകാൻ സമ്മതിക്കൂലേ? ശരിക്കും ഷാമിലിനെ അത്രക്ക് മോശമായ രീതിയിൽ സിനാൻ ചിത്രീകരിക്കുന്നു. ഒരു നിമിഷം ഷാമിലിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ആ ആംബുലൻസിൻ്റെ വാതിലടച്ചപ്പോൾ അവൻ്റെ കൺമുമ്പിൽ നിറഞ്ഞിരുന്നത് തൻ്റെ പ്രിയപ്പെട്ട ബുഷിയായിരുന്നു. ബുഷി മോളെ, പഠിച്ചവനെ, ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നല്ല. ചതിയനാണ്, ചതിയൻ്റെ കൂടെയാണ് ജീവിക്കുന്നത്. പക്ഷെ ആർക്കും വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും. അവളായിട്ട് പറഞ്ഞതാണ്. അവൾ അവളുടെ വായ കൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ വിശ്വസിക്കുമായിരിക്കും. പക്ഷേ ബുഷി, ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു റബ്ബേ. അവളെ ഒന്നും തന്നെ അവന് ചെയ്യാൻ തോന്നരുതേ പഠിച്ചോനെ. ഒരു നിമിഷം ഷാമിൽ വിതുമ്പി കരഞ്ഞു ആ ഹോസ്പിറ്റലിൻ്റെ മുറ്റത്ത് നിന്ന്. ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. എന്തായി തീരും പാവം ഷാമിൽ. അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിലെ വളരെയധികം സ്നേഹിച്ചിരുന്ന പെണ്ണായിരുന്നു ബുഷി. പക്ഷേ അവളുടെ ഭർത്താവല്ലാതെ മറ്റാരും തൊടുന്നത് അവനക്ക് ഇഷ്ടമല്ല. അതവനക്ക് ഇഷ്ടമല്ല. എന്നാൽ ഇപ്പോഴിതാ എല്ലാം താളം തെറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആ ആക്സിഡൻറ്റോട് കൂടി എന്തൊക്കെയോ സംഭവിച്ചിരിക്കുന്നു. എന്നാൽ ഒരു നിമിഷം തോന്നിപ്പോവുകയാണ് ആ ആക്സിഡൻറ്റ് കരുതി കൂട്ടിയായിരിക്കുമോ എന്ന് വരെ അറിയുന്നില്ല. റബ്ബേ പാവമാണ് കേട്ടോ. പഠിച്ചോനെ, അവനെ അങ്ങനത്തെ ബുദ്ധി തോന്നാതിരിക്കട്ടെ. ശരിക്കും ഷാമിൽ വിതുമ്പി കരയുകയായിരുന്നു. ബുഷി മോളെ, എൻ്റെ കുട്ടീനെ ആരും തൊടുന്നത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ഒരു കുട്ടിയും തൊടുന്നത്. അവൻ വിതുമ്പിക്കൊണ്ട് പടച്ച റബ്ബിനോട് ദുആ ചെയ്തു. ഇൻഷാ അല്ലാഹ് എന്തായിരിക്കും ഇനി നമ്മുടെ ബുഷിയുടെ അവസ്ഥ നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.